എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഷവർമയുടെ ഒരു രുചിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഷവർമ ചട്ടിപ്പത്തിരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളൊരു ലെയർ ആയിട്ട് ചെയ്തിട്ടെടുക്കുന്ന ഒരു ചട്ടിപ്പത്തിരി അല്ല, എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്സ് ആണ് കേട്ടോ. ഇഫ്താറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ ഇതിൽ ഒരു ഷവർമയുടെ ഒരു ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 450 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് ഒരു 450 ഗ്രാം നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു അരക്കപ്പ് അളവിൽ തൈരും ഒരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. കൂടാതെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനിലെല്ലാം തന്നെ ഒരു മസാല ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ ഒരു ചിക്കനിൽ ഞാൻ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇതുപോലൊരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുറഞ്ഞതൊരു 30 മിനിറ്റ് എങ്കിലും വെക്കണേ, എങ്കിൽ മാത്രമേ ഒരു മസാല ഒരു ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ചിക്കൻ ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുത്ത ഒരു ചിക്കന് അതിൻ്റെ ഒരു ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഷവർമയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചിക്കൻ്റെ ഒരു വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കുറച്ച് കനം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കൻ എല്ലാം തന്നെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ സാധാരണ ഒരു ചട്ടിപ്പത്തിരിക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂട് വെള്ളത്തിന് ഒരിക്കലും കാണരുത്, ഒരു ചെറു ചൂട് മാത്രമേ കാണാവുള്ളൂ. ഇളം ചൂടുള്ള വെള്ളം 1/4 കപ്പ് അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം അളന്നിട്ടെടുത്ത അതേ അളവിൽ തന്നെ 1/4 കപ്പ് അളവിൽ ഇനി നമുക്കിതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലിന് ചൂടൊന്നും വേണ്ട, തിളപ്പിച്ചിട്ട് ആറിയ പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ വലിയ ടേബിൾ സ്പൂണിൽ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം കാണും. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരിക്ക് ചെയ്യുന്ന പോലെ മിക്സിയിലിട്ട് അരച്ചിട്ടെടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു മാവിൽ കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകൾ വരാൻ പാടില്ല, ആ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കുക. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലോട് ഊറ്റി ഞാനൊന്ന് അരിച്ചിട്ടെടുക്കുകയാണ്. നമ്മളൊരു ദോശയെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരിക്കലും കട്ടി കൂടി പോകരുത്. കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു സമയത്തും അത്ര ഒരു രസം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ ഒരു റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു മാവിൻ്റെ ഈ ഒരു പരുവം കറക്റ്റ് ആയിരിക്കണം. ഇത് കണ്ടില്ല, ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു ചേരുവകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതൊന്ന് ചുട്ടിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ട് തീ ഒരുപാട് കൂട്ടി കൊടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.25 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക.
ഒരുപാട് മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത്. കാരണം നമുക്ക് നല്ല നൈസായിട്ടുള്ളൊരു ദോശയാണ് വേണ്ടത്. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ഗ്യാപ്പുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ പതിയെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു സൈഡും കൂടി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു പാനിൽ നിന്ന് മാറ്റാണ്. ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു ചട്ടിക്ക് ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല. ചട്ടിക്ക് ഒരുപാട് ചൂടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങനെ ചുറ്റി അങ്ങ് വരില്ല. അപ്പം തീയെ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1-1.25 തവിയുള്ള മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഗ്യാപ്പുള്ള വശങ്ങളിലെല്ലാം ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ഇത് ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും പതിയെ വേണമെന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടിട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നമ്മുടെ ഒരു ദോശ എല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഷവർമയുടെ ഒരു ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഇതുപോലെ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റിയേക്കാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചിക്കനാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇത് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തിട്ടെടുത്താണ്. നീളത്തിൽ വളരെ നൈസായിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, അതിനകത്തെ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ട് ഇതുപോലെ ഒരു കട്ടിയായിട്ടുള്ള ഒരു ഭാഗം മാത്രമില്ലേ, അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഉള്ളിലെ ഒരു വെള്ളവും കുരുവും കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഇത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഷവർമ സോസ് ആണ്. ഈ ഒരു ഷവർമ സോസ് വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മളൊരു പെരി പെരി ഷവർമ ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ കുറച്ച് ഉപ്പിലിട്ട വെജിറ്റബിൾസ് ആണ്. ഇപ്പോൾ ഈ ഒരു ഉപ്പിലിട്ട വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉപ്പിലിട്ട ക്യാരറ്റും അതുപോലെ തന്നെ ഉപ്പിലിട്ട പച്ചമുളകും റാഡിഷും കുക്കുംബറും ആണ്. പിന്നെ ഈ ഒരു ഉപ്പിലിട്ടത് എല്ലാം കൂടി ഒന്നും വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും 1-2 എണ്ണമൊക്കെ ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ ചുട്ടിട്ടെടുത്ത ഒരു ദോശ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ദോശയുടെ അധികം മുരിഞ്ഞിട്ടില്ലാത്ത ഈ ഒരു സൈഡിൽ വേണം നമ്മൾ ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷവർമയുടെ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ ഇത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ആദ്യം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് ഈ ഒരു ഷവർമ സോസാണ്. ഷവർമ സോസ് നന്നായിട്ട് തന്നെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ക്യാബേജ് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഈ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. ഈ ഒരു ക്യാബേജിന് പകരം സാലഡ് ലീഫ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തതിന് ശേഷം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾസും കൊണ്ടൊന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ദോശയുടെ ഒരു വലുപ്പത്തിനനുസരിച്ച് വേണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മടക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൂടിപ്പോയി ബുദ്ധിമുട്ടാകരുത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് ഷവർമ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു അറ്റം പിടിച്ചിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയിട്ടെടുക്കുക. ഇതുപോലെ നമ്മൾ മടക്കി എടുത്തതിന് ശേഷം ഇത് കുറച്ച് മൈദയിൽ വെള്ളം ചേർത്ത് കുറച്ചൊന്ന് കട്ടിക്കാക്കി എടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതുപോലെ ഈ ഒരു സൈഡിലെല്ലാം ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു അറ്റം കൂടി പിടിച്ച് മടക്കിയിട്ട് ഇതുണ്ടല്ലോ ഈ ഒരു ത്രികോണാകൃതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇതുപോലെ നമ്മൾ മടക്കി എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷവർമയുടെ ഒരു ഫില്ലിംഗ് എല്ലാം വെച്ച് ഏകദേശം ഒരു ത്രികോണാകൃതിയിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക.
ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു മടക്കി എടുത്തിരിക്കുന്ന ഒരു വശമില്ലേ, ആ ഒരു വശം വേണം ആദ്യമായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയുടെ ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും മൊരിയിച്ച് ചെറിയൊരു ക്രിസ്പി പരുവത്തിനാക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് ഇത് കഴിക്കാൻ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഈ ഒരു സൈഡിലും കൂടി നമുക്ക് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് തീ നമ്മൾ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. ഒരു സൈഡ് നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു സൈഡും കൂടി ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് അത്യാവശ്യം നല്ല ക്രിസ്പി ആയി കിട്ടുന്ന വരെ നമ്മളൊന്ന് മൊരിച്ചിട്ടെടുക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷവർമ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫുള്ള് നിറയും. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ല നമ്മുടെ ഒരു പുത്തൻ ഷവർമ ചട്ടിപ്പത്തിരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഫ്താറിനൊക്കെ ആണെങ്കിലും ആ ഒരു ഷവർമയുടെ രുചിയിലൊരു സ്നാക്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാവൊന്നും കുഴച്ചും പരത്തിയും ബുദ്ധിമുട്ടാതെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തിട്ടെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.